നമസ്കാരം, വെൽക്കം ബാക്ക് ടു മാഡ് യുണൈറ്റഡ് ഫുട്ബോൾ. എന്തുകൊണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ ലേറ്റസ്റ്റ് റിപ്പോർട്ട് അനുസരിച്ച് ലിസാൻഡ്രോ മാർട്ടിനസ് അടുത്ത ഗെയിമിൽ, അതായത് ആസ്റ്റൺ വില്ലയ്ക്കെതിരായിട്ടുള്ള ഗെയിമിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ടീമിലേക്ക് തിരിച്ചെത്തത്തില്ല എന്നുള്ള റിപ്പോർട്ടാണ് വരുന്നത്. സോ അറിയാൻ കഴിഞ്ഞു വെച്ചാൽ ഇഞ്ചുറി, ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ആ കാഫ് ഇഞ്ചുറി, അതിൻ്റെ കാരണങ്ങളാൽ വീണ്ടും എക്സ്റ്റെൻഡ് ആകുന്നു എന്നുള്ളതാണ് ലേറ്റസ്റ്റ് റിപ്പോർട്ട്സ്. അപ്പം ഈ ഒരു സമയത്ത് നമ്മുടെ മനസ്സിൽ ഏറ്റവും കൂടുതൽ വരുന്ന ഒരു ചോദ്യം ഇതാണ്. കാരണം കഴിഞ്ഞ എത്രയോ 3 സീസണായിട്ട് 2022-23 സീസൺ മുതൽ നമുക്ക് വേണ്ടിയിട്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് കളിച്ചുകൊണ്ടിരിക്കുന്ന താരമാണ്. സോ ഈ ഇത്രയും കാലത്തിൽ മെയിനായിട്ടുള്ള ഒരു 7 to 8 ഇഞ്ചുറീസ് ആണ് ലിസാൻഡ്രോ മാർട്ടിനസിന് സംഭവിച്ചിട്ടുള്ളത്. അതിലൂടെ ഒത്തിരിയധികം ഗെയിംസ് നഷ്ടപ്പെട്ടു. ഏകദേശം എനിക്ക് തോന്നുന്നു 94 ടു ബി എക്സാക്ട് 94 ഗെയിംസ് ആണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വേണ്ടിയിട്ട് ലിസാൻഡ്രോ മാർട്ടിനസിന് മിസ്സായിട്ടുള്ളത്. അപ്പോൾ 2022-23 സീസൺ മുതൽ 25-26 സീസൺ വരെ ഈ കഴിഞ്ഞ 4 സീസണിൽ ഇത്രയധികം ഗെയിംസ് മിസ്സാകുവാണെന്ന് പറയുമ്പോൾ തന്നെ അത് ഒരു പ്ലെയറിന് ഏറ്റവും എന്താ പറയുക, അവൈലബിലിറ്റിയുടെ ഇഷ്യൂ എടുത്ത് കാണിക്കുന്നതാണ്. സോ പണ്ടാരോ പറഞ്ഞതുപോലെ അവൈലബിലിറ്റി ഇസ് ദ ബെസ്റ്റ് എബിലിറ്റി എന്നുള്ളതാണ്. ഒരു ആ പ്ലെയർ എത്രത്തോളം ടീമിന് വേണ്ടിയിട്ട് അവൈലബിൾ ആകുന്നു അത്രത്തോളം ആ പ്ലെയറിൻ്റെ വാല്യൂ ഇൻക്രീസ് ആകും. സോ ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ലിസാൻഡ്രോ മാർട്ടിനസിന് ആ ഒരു കാരണത്താൽ വാല്യൂ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ടീമിൽ. സോ ഇതിനകത്ത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ മുമ്പിലുള്ള വലിയൊരു ഇഷ്യൂ എന്ന് പറയുന്നത് ലിസാൻഡ്രോ മാർട്ടിനസിൻ്റെ ഫ്യൂച്ചർ അത് തന്നെയായിരിക്കും. ബിക്കോസ് ഇപ്പോൾ തന്നെ മാർട്ടിനസിന് ഏകദേശം 29 ഇയേഴ്സ് ആകുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയത്തിൽ ഇനി അങ്ങോട്ടേക്ക് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ മാർട്ടിനസിന് ഒരു ഫ്യൂച്ചർ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞു പറഞ്ഞാൽ അത് വളരെ എന്താ പറയുക, ഒരു ദുർഘടം പിടിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയായിരിക്കും. ബിക്കോസ് ഇത്രയധികം ഗെയിംസ് മിസ് ചെയ്യുന്ന ഒരു താരം, അതും മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഡിഫൻസിലെ നമ്പർ 1 പ്ലെയർ, കഴിഞ്ഞ എത്രയോ സീസണിലായിട്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ബെസ്റ്റ് ഡിഫൻസീവ് പ്ലെയർ തന്നെയാണ് മാർട്ടിനസ്. ഹീ ഈസ് വൺ ഓഫ് മൈ ബെസ്റ്റ് പ്ലെയേഴ്സ്. എന്തുകൊണ്ടെന്നാൽ ഇപ്പോൾ ഒരു മാർട്ടിനസ് ആദ്യമേ ടീമിൽ വന്ന സമയത്ത് പല ആൾക്കാരും പറഞ്ഞിട്ടുള്ള കാര്യമായിരുന്നു മാർട്ടിനസിൻ്റെ ഹൈറ്റിനെ കുറിച്ച്, ഫിസിക്കാലിറ്റി, അത് ഇതിനെ കുറിച്ച്. പക്ഷേ തൻ്റെ ഗെയിമിലോടുകൂടി അത് എല്ലാവർക്കും തെളിയിച്ചു കൊടുത്തു. ഹൈറ്റ് ഒന്നും അല്ല ഒരു കാര്യം, അതിൻ്റെ അപ്പുറത്തേക്കുള്ള ഫാക്ടേഴ്സ് ഉണ്ട് ഒരു ഗെയിമിൽ, ഒരു ഡിഫൻഡറിന് ചെയ്യേണ്ടെന്നുള്ള കാര്യങ്ങൾ മറ്റൊന്നാണ് എന്നൊക്കെ കാണിച്ചു കൊടുത്ത് എല്ലാവരുടെയും വായടപ്പിച്ചിട്ടുള്ള ഒരു താരം തന്നെയാണ് മാർട്ടിനസ്. അപ്പോൾ ലിച്ചയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നമാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് മുമ്പിലുള്ളതെന്ന് പറഞ്ഞാൽ ഈ ഒരു ചോദ്യചിഹ്നമാണ് ലിച്ചാനെ കൊണ്ട് ഇനി അങ്ങോട്ടേക്ക് മുമ്പോട്ട് പോകാൻ പറ്റുമോ എന്നുള്ളത്. കാരണം ഇതിനകത്തുള്ള മെയിൻ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ലിച്ചാടെ കൂടെ കളിക്കുന്ന താരം, അതായത് ഡിലിറ്റും ഇപ്പോൾ പരിക്കിലാണ്. പക്ഷേ ഡിലിറ്റിൻ്റെ കാര്യം നോക്കി കഴിഞ്ഞാൽ ഹീസ് ജസ്റ്റ് 25-26 ആ ഏജിൽ നിൽക്കുന്ന ഒരു താരമാണ്. ആൻഡ് ഹീ ഹാസ് എ ഫ്യൂച്ചർ അറ്റ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. അപ്പം ഡിലിറ്റ് ഇപ്പോഴത്തെ ഒരു പരിക്കോടുകൂടി തിരിച്ചു വരും എന്നുള്ളൊരു പ്രതീക്ഷയാണ്. കഴിഞ്ഞ 2 മാസത്തിൽ കൂടുതലായിട്ട് ഡിലിറ്റ് പുറത്തിരിക്കുകയാണ്. ആൻഡ് വി ആർ ഓൾസോ വെയിറ്റിംഗ് ഫോർ ഹിം. അപ്പോൾ ലിച്ചാടെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ലിച്ചാനെ വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇനി അങ്ങോട്ടേക്ക് ഒരു ഫ്യൂച്ചർ എന്നുള്ളൊരു ചോദ്യമാണ്. ബിക്കോസ് ലിച്ചാടെ കോൺട്രാക്ട് ഇനിയിപ്പോൾ അടുത്തത് പുതുക്കേണ്ട ടൈമിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇനി അങ്ങോട്ടേക്ക് ഒരു എക്സ്റ്റൻഷൻ കൊടുക്കുവാണ്, ഒരു ബെറ്റർ ആയിട്ടൊരു കോൺട്രാക്ട് കൊടുക്കുവാണെങ്കിൽ ദാറ്റ് വുഡ് ബി ലൈക്ക് മേ ബി ഇൻ ദ നെക്സ്റ്റ് 3 ഇയേഴ്സ് അങ്ങനത്തെ ലെവലിലേക്കായിരിക്കും. അപ്പം ഹയർ സാലറിയും കാര്യങ്ങളൊക്കെ ആയിട്ടായിരിക്കും പോകുന്നത്. അപ്പം അങ്ങനത്തെ ഉള്ളൊരു കാര്യം ചെയ്യണമോ, മാനേജ്മെൻറ്റ് അതിൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ളത് ഒരു ചോദ്യമാണ്. കാരണം ഈ ഒരു സമയത്ത് ലിച്ചാന സെല്ല് ചെയ്യുവാണെങ്കിൽ ദർ വുഡ് ഡെഫിനറ്റ്ലി ബി എ വാല്യൂ. അതല്ലാതെ ഇനി ഒരു 2-3 ഇയേഴ്സ് കഴിഞ്ഞിട്ട് സെല്ല് ചെയ്യാനായിട്ടാണെങ്കിൽ ഉറപ്പായിട്ടും ആ ഒരു വാല്യൂ കിട്ടത്തില്ല. സോ ഇസ് ദിസ് ദ റൈറ്റ് ടൈം ടു സെൽ മാർട്ടിനസ്? പിന്നെ ഇതിനകത്ത് ഉള്ള മറ്റു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇനിയിപ്പം അടുത്ത സീസണിലേക്ക് നോക്കുവാണ്. ആൻഡ് ഡെഫിനറ്റ്ലി വി ആർ ഗോയിങ് ടു ഗെറ്റ് ദ ചാമ്പ്യൻസ് ലീഗ്. അങ്ങനെ സംഭവിക്കട്ടെ എന്നാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. അപ്പോൾ ചാമ്പ്യൻസ് ലീഗിലേക്ക് കാലെടുത്ത് വെക്കുന്ന സമയത്ത്, അതും 2 വർഷത്തിന് ശേഷമാണ് നമ്മൾ ചാമ്പ്യൻസ് ലീഗ് കളിക്കാനായിട്ട് പോകുന്നത്, ഇഫ് ഇറ്റ് ഓൾ ദറ്റ് ഹാപ്പൻസ്. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യമാണെങ്കിൽ നമുക്ക് ഡിഫൻസ് എന്ന് പറഞ്ഞാൽ സ്ട്രോങ് ഡിഫൻസ് വേണം. ഇപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞാൽ മെയിനായിട്ടുള്ള ഡിഫൻഡേഴ്സ് എന്ന് പറഞ്ഞാൽ മെഗ്വയർ, പിന്നെ ഡിലിറ്റ് ആൻഡ് ലിച്ച, ഇവർ 3 പേരാണ് സീനിയർ ഡിഫൻഡേഴ്സ് എന്ന് പറയുന്നത്. അതിൻ്റെ അകത്താണെങ്കിൽ ഡിലിറ്റും ലിച്ചയും ഇപ്പോൾ പരിക്കിലാണ്. ഇടയ്ക്ക് വെച്ചിട്ട് മെഗ്വയറും പരിക്കിൻ്റെ പിടിയിലായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യം വരുമ്പോൾ നമുക്ക് സീനിയറായിട്ടുള്ള മറ്റാരുമില്ല. യോറോയും ഹെവനും ഒക്കെ തന്നെയാണ് ബാക്കിയുള്ള ഡിഫൻഡേഴ്സ്. അപ്പോൾ ഇവരെ ഡിപ്പെൻഡ് ചെയ്ത് എന്തുമാത്രം നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റും എന്നുള്ളത് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ബിഗ് ക്വസ്റ്റ്യൻ. പിന്നെ നമുക്ക് ഡെഫിനറ്റ്ലി വി നീഡ് മോർ ഡിഫൻഡേഴ്സ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ വി നീഡ് 2 more ഡിഫൻഡേഴ്സ്. അടുത്ത സീസണൊക്കെ ആകുമ്പോൾ കൂടുതൽ മാച്ചസ് വരുന്നു. അപ്പം വി നീഡ് മോർ ഡിഫൻഡേഴ്സ്, ഒരു 2 എങ്കിലും ആവശ്യമുണ്ട്.
അപ്പോൾ 2 ഡിഫൻഡേഴ്സിനെ വെച്ചിട്ട് മാത്രമേ നമുക്ക് അടുത്ത സീസണിൽ മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യം വരുമ്പോൾ മാർട്ടീനസിനെ കീപ്പ് ചെയ്യുന്നതിൽ അർത്ഥം ഇല്ല എന്നാണ് എൻ്റെ ഒരു തോന്നൽ. ആൻഡ് ഡെഫിനറ്റ്ലി ഞാൻ പറഞ്ഞ പോലെ എൻ്റെ വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലെയേഴ്സ് ആയിരിക്കും ടീമിലുള്ളത്. ഇപ്പം നമ്മുടെ ബ്രൂണോ കഴിഞ്ഞിരുന്നാൽ സെക്കൻഡ് ബെസ്റ്റ് എന്തായാലും ലിച്ച തന്നെയാണ് എനിക്ക്. അപ്പം അങ്ങനത്തെ ഒരു പ്ലെയറിനെ നമുക്ക് നഷ്ടമാകുക എന്ന് പറയുന്നത് ഇറ്റ് ഡെഫിനറ്റ്ലി ഹേർട്സ് അല്ലേ. അപ്പോൾ പക്ഷേ എന്നിരുന്നാൽ പോലും ടീമിൻ്റെ കാര്യമാണ് നമുക്ക് ഏറ്റവും വലുത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു പ്ലെയറെ നമ്മൾ കീപ്പ് ചെയ്യുമ്പോൾ അത് ടീമിൻ്റെ എന്താ പറയുക, ഒരു ഘടനയെ തന്നെ ബാധിക്കും, ടീമിൻ്റെ ഒരു ഫ്ലോവിനെ തന്നെ ബാധിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ വാട്ട് ഡു യു തിങ്ക് അബൌട്ട് ദിസ്? ലിച്ചയ്ക്ക് എന്താ പറയുക, ലിച്ചയ്ക്ക് ടാറ്റ ബൈ ബൈ പറയാനായിട്ട് നമുക്ക് സമയമായോ, അതോ വെദർ ഹി സ്റ്റിൽ നീഡ്സ് ടു ബി ഗിവൺ ടൈം, തിരിച്ച് വന്നിട്ട് മുമ്പോട്ട് പോകും അല്ലെങ്കിൽ നല്ല രീതിയിൽ കളിക്കാൻ പറ്റും എന്നുള്ളത് എന്താണെന്ന് നിങ്ങൾക്ക് തോന്നുന്നത്? അത് പ്ലീസ് പുട്ട് ദാറ്റ് ഇൻ ദ കമൻറ്റ് സെക്ഷൻ. ഓക്കെ. പിന്നെ ലിച്ചയുടെ കാര്യം മറ്റൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ACL ഇഞ്ചുറി കഴിഞ്ഞിട്ടാണ് തിരിച്ചു വന്നത്. ഏകദേശം എത്രയാ ഒരു 35 ഗെയിംസ് അടുപ്പിച്ച് മിസ്സായിട്ടുണ്ടായിരുന്നു. ഒരു 292 days ആണ് ലിച്ചയ്ക്ക് ഒറ്റയടിക്ക് മിസ്സായത്. നമുക്കറിയാം ഇപ്പോൾ ACL ഇഞ്ചുറി കഴിഞ്ഞു വരുന്ന പ്ലെയേഴ്സിൻ്റെ അവസ്ഥ അവർ പഴയ പോലെ ആയിരിക്കത്തില്ല. ACL മുമ്പും ACL പിന്നീട് അങ്ങനെയാണ് 2 കാറ്റഗറി വരുന്നത്, പ്രത്യേകിച്ച് ഈ ഒരു ഇഞ്ചുറി വന്നു കഴിഞ്ഞിരുന്നാൽ. ബിക്കോസ് ദാറ്റ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് എന്തുവാ ഒരു ഏറ്റവും ഹാർഡസ്റ്റ് ഇഞ്ചുറി തന്നെയാണ്. അപ്പം അങ്ങനെ ACL ഒരു ഇഞ്ചുറി വന്നൊരു പ്ലെയർ, അതും 30 ആകാൻ നിൽക്കുന്ന ഒരു പ്ലെയറിൻ്റെ ഭാഗത്ത് നിന്ന് അങ്ങനത്തെ ഇഞ്ചുറി വന്നു കഴിഞ്ഞാൽ ഷുഡ് ബി കീപ്പ് ഹിം ഓർ നോട്ട്? അപ്പോൾ ഈ ചോദ്യങ്ങളൊക്കെ ആയിരിക്കും ഡെഫിനറ്റ്ലി മാനേജ്മെൻറ്റിൻ്റെ മുമ്പിൽ നിൽക്കുന്നത്. അപ്പോൾ മാനേജ്മെൻറ്റ് ഇനി ഒരു എക്സ്റ്റൻഷന് വേണ്ടിയിട്ട് ശ്രമിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് ഈ ഫാക്ടേഴ്സ് എല്ലാം മുമ്പിൽ വരും. വെദർ വി നീഡ് ടു ഗിവ് ഹിം ആൻ എക്സ്റ്റൻഷൻ, അതോ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ലൈക്ക് സെല്ല് ചെയ്തിട്ട് കിട്ടുന്ന ഒരു എമൗണ്ട് വാങ്ങിക്കുക, അല്ലെങ്കിൽ അത് വെച്ചിട്ട് ഒരു അഡീഷണൽ ഡിഫൻഡർമാരെ കൊണ്ടുവരാനായിട്ട് നോക്കുക. ഇതൊക്കെ തന്നെയായിരിക്കും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ശ്രമിക്കുക എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ ഐ തിങ്ക് മാനേജ്മെന്റ് ഇപ്പോഴത്തെ മാനേജ്മെന്റ് പഴയ പോലെ അല്ല. അറ്റ്ലീസ്റ്റ് ദേ വുഡ് തിങ്ക് അബൌട്ട് ലോട്ട് ഓഫ് തിങ്സ്. അപ്പം മെയിൻ ആയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ചല്ല, അണ്ടർലൈങ് ആയിട്ടുള്ള കാര്യങ്ങളും എല്ലാം കൂടെ കുറച്ചും കൂടെ ഒന്ന് ചിന്തിച്ച് തീരുമാനം എടുക്കുന്ന ഒരു വ്യക്തികളാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കുറേ തീരുമാനങ്ങൾ തെറ്റായി വന്നിട്ടുണ്ട്, പക്ഷേ പ്ലെയേഴ്സിനെ കൊണ്ടുവരുന്ന കാര്യത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അവർ നല്ല രീതിയിലുള്ള തീരുമാനം, നമ്മുടെ ബെസ്റ്റ് പ്ലെയേഴ്സാണ് ഈ കഴിഞ്ഞ സമ്മറിൽ വന്നിട്ടുള്ളത് എല്ലാവരും. അതേപോലെ തന്നെ ഇനി അങ്ങോട്ടേക്ക് വരുന്ന പ്ലെയേഴ്സും ഉറപ്പായിട്ടും എനിക്ക് തോന്നുന്നു ടീമിനെ മൊത്തത്തിൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പ്ലെയേഴ്സ് തന്നെയായിരിക്കും വരുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ എന്ന് പറഞ്ഞാൽ ലിച്ചാന നമുക്ക് മേ ബി ലൈക്ക് സെല്ല് ചെയ്യാൻ പറ്റുന്നതായിരിക്കും ടീമിന് ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യം. കാരണം വൈഡ് റേഞ്ച് ഓഫ് ഇഞ്ചുറീസ് ആണ് ലിച്ചാന സംഭവിച്ചിട്ടുള്ളത്. ഇപ്പം കാഫ് ഇഞ്ചുറി, പിന്നെ ACLൻ്റെ ക്രൂഷ്യൽ ലിഗമെന്റ് ഇഞ്ചുറി വന്നിട്ടുണ്ട്, ബാക്ക് പ്രോബ്ലം, കാഫ്, പിന്നെയും വീണ്ടും നീ ഇഞ്ചുറി, ഫുട്ട് ഇഞ്ചുറി, മെറ്റാസറൽ ഫ്രാക്ചർ, അങ്ങനെ മൾട്ടിപ്പിൾ ഇഞ്ചുറീസ് ആണ് ഈ ഒരു പ്ലെയറിന് ഇതുവരെയ്ക്ക് സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനത്തെ ഒരു ഇത് വന്നു കഴിയുമ്പം ഹീസ് ഓൾറെഡി ഇൻ ദ എന്താ പറയുക, ഒരു 30 ആയി കഴിഞ്ഞാൽ അതൊരു സൈക്കോളജിക്കൽ നമ്പറാണ്. 30 കഴിഞ്ഞ് ഉള്ള പ്ലെയേഴ്സും 30ക്ക് മുമ്പുള്ള പ്ലെയേഴ്സും എന്നുള്ള ഒരു സൈക്കോളജിക്കൽ നമ്പറാണ്. അപ്പോൾ 30 ആവുന്നതിന് മുമ്പ് ഈ പ്ലെയറിന് ഒരു വിൽക്കാൻ പറ്റുവാണെങ്കിൽ ഐ തിങ്ക് ദാറ്റ് വുഡ് ബി എ ബെറ്റർ ഡിസിഷൻ ഫ്രം മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. സോ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? പുട്ട് ദാറ്റ് ഇൻ ദ കമന്റ് സെക്ഷൻ. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദ വീഡിയോ. നമുക്ക് അടുത്ത ടോപ്പിക്സ് ആയിട്ട് ഇനിയിപ്പം ഡിസ്കസ് ചെയ്യും. ഇനിയിപ്പോൾ വീക്കെൻഡിലൊക്കെ ഗെയിംസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സോ ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ്. ടേക്ക് കെയർ. ബൈ.